ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മീത്തൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലേണേഴ്സ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ചാനലിൽ അപ്ലോഡ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. MED ലീഡ്സ് എന്ന ആപ്പാണ് ഇപ്പോൾ ലേണേഴ്സ് എക്സാമിന് വേണ്ടി പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മെയിൻ ആയിട്ടുള്ളത്. ഇതിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ MED ലീഡ്സ് ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്തിട്ട് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുറച്ച് സർവർ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അത് കുറച്ച് നമുക്കത് ഓപ്പൺ ആക്കി പഠിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ചാനലിൽ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കണ്ടു നോക്കി പഠിക്കാവുന്നതാണ്. ഇപ്പോൾ ലേണേഴ്സ് ചോദ്യാവലിയിലെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അതോടൊപ്പം തന്നെ ഇന്ന് ഞാൻ വിചാരിച്ചു ഇതിൽ തന്നെ ട്രാഫിക് ചിഹ്നങ്ങളെക്കുറിച്ചും കൂടി ഒന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ട്രാഫിക് ചിഹ്നങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ MED ലീഡ്സ് എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഫ്രണ്ടിൽ തന്നെ ഇതുപോലെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവിംഗ് എന്ത് എങ്ങനെ, രണ്ടാമത് കൊടുത്തിരിക്കുന്ന ട്രാഫിക് ചിഹ്നങ്ങൾ, മൂന്നാമതാണ് ലേണേഴ്സ് ചോദ്യാവലി. അപ്പോൾ നമ്മൾ ലേണേഴ്സ് ചോദ്യാവലിയാണ് ആദ്യം വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു ട്രാഫിക് ചിഹ്നങ്ങളെക്കുറിച്ചും കൂടി, ക്വസ്റ്റ്യൻസിലേക്ക് ട്രാഫിക് ചിഹ്നങ്ങൾ വരുന്നുണ്ട്, പക്ഷേ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ആ ഒരു ടോപ്പിക്കിലോട്ട് പോകാം. ട്രാഫിക് ചിഹ്നങ്ങൾ എന്ന ആ ഒരു പേജ് ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെ വരും കേട്ടോ. ഇതുപോലെ ഒരുപാട് ട്രാഫിക് ചിഹ്നങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇതുപോലെ കൊടുത്ത മുൻകൂർ ദിശാ സൂചിക എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇപ്പം റോഡ് സൈഡിലൊക്കെ നമ്മൾ വണ്ടികളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളിത് കാണുന്നുണ്ട്. അത് നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം എങ്ങോട്ടേക്ക് പോകാനാണ്, നമ്മൾ പോകുന്ന റൂട്ട് കറക്റ്റ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബോർഡ് മിക്ക സ്ഥലങ്ങളിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ വലത് സൈഡിലുള്ള ഈ ഒരു ആരോ മാർക്ക് ഉണ്ടല്ലോ, അതൊന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും അതിന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ഈ മുൻകൂർ ദിശാസൂചിക, ഈ അടയാളം ഒരു പ്രത്യേക റോഡിൽ വരുന്ന വിവിധ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള ദിശ സൂചിപ്പിക്കുന്നു. കവലകൾക്ക് മുമ്പായി ഈ അടയാളങ്ങൾ സാധാരണയായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് റൗണ്ട് എബോൾട്ടുകളിലെ മുൻകൂർ ദിശാസൂചിക. അപ്പോൾ റൗണ്ട് എബോൾട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു, നമ്മൾ സിലബസിൽ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ സിലബസ് നന്നായിട്ട് പഠിക്കണം, എന്നാൽ ഈ റൗണ്ട് എബോൾട്ട് എന്താണെന്നൊക്കെ നമുക്കറിയത്തില്ല. അപ്പോൾ ആ റൗണ്ട് എബോൾട്ട് എത്തുന്നതിന് മുന്നേ കൊടുത്തിരിക്കുന്ന ഒരു ദിശാസൂചികയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഈ അടയാളം റൗണ്ട് എബോൾട്ടുകളിൽ നിന്നുള്ള വിവിധ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള ദിശ സൂചിപ്പിക്കുന്നു. അപ്പം നമുക്ക് ആ റൗണ്ട് എബോൾട്ട് നിന്നുകൊണ്ട് നമുക്ക് എങ്ങോട്ടൊക്കെ, ഏതൊക്കെ ഭാഗത്തോട്ടേക്കാണ്, ഏതൊക്കെ സ്ഥലങ്ങളുണ്ടെന്ന് നമുക്ക് ആ ഒരു ദിശാസൂചിക നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ്, ദിശാചിഹ്നം. സ്ഥലങ്ങൾ കണ്ടെത്താൻ ഡ്രൈവർമാരെ ഈ സൈൻ ബോർഡ് സഹായിക്കുന്നു. അതിനാൽ സമയവും ഇന്ധനവും ലാഭിക്കാൻ ഇത് വളരെ സഹായകമാണ്. നെക്സ്റ്റ്, ദൂരം സൂചിപ്പിക്കുന്ന ചിഹ്നം. ഈ അടയാളം ഒരു പ്രത്യേക റോഡിൽ വരുന്ന വിവിധ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള ദൂരം സൂചിപ്പിക്കുന്നു. കവലകൾക്ക് മുമ്പായി ഈ അടയാളങ്ങൾ സാധാരണയായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ലക്ഷ്യസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ ദിശയും ദൂരവും അതിൽ എഴുതിയിരിക്കുന്നതായി ഈ അടയാളം കാണിക്കുന്നു. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം എത്താറായോ, നമ്മൾക്ക് ഇതുപോലത്തെ ബോർഡ് കാണുമ്പോൾ ആ സ്ഥലത്തിൻ്റെ എത്ര ദൂരമുണ്ട്, സ്ഥലവും കൊടുത്തിട്ടുണ്ടായിരിക്കും, എത്ര കിലോമീറ്റർ എന്നതും, ഇനി എത്ര കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യാനുണ്ടെന്ന് കൊടുത്തു. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ഇനി ഇത്ര ദൂരം കൂടെ ഉള്ളു, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ദിശാസൂചിക വെച്ചിരിക്കുന്നത്. ദൂരെ സൂചിപ്പിക്കാനാണ്. ആ സ്ഥലത്തിൻ്റെ പേരും കൊടുത്തിട്ടുണ്ടായിരിക്കും, എത്ര കിലോമീറ്റർ നമുക്കിനി പിന്നിടാനുണ്ട് അല്ലെങ്കിൽ പോകാനുണ്ട് എന്ന് കറക്റ്റാണ് കൊടുത്തിട്ടുണ്ട്. സ്ഥലവും ദൂരവുമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, ട്രക്കുകളുടെ പാർക്കിംഗ് സ്ഥലം. ഈ അടയാളം ഒരു പ്രത്യേക റോഡിൽ വരുന്ന ട്രക്കുകളുടെ പാർക്കിംഗ് സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത്, രണ്ട് ദിശകളിലും പാർക്കിംഗ്. ഈ ഒരു ചിഹ്നം സൂചിപ്പിക്കുന്നതെന്ന് നിങ്ങളുടെ വാഹനങ്ങൾ എവിടെ പാർക്ക് ചെയ്യണമെന്ന് കൃത്യമായി പറയുന്ന ലക്ഷ്യസ്ഥാനത്ത് ഈ അടയാളം സ്ഥാപിച്ചിരിക്കുന്നു. ഏത് തരം വാഹനങ്ങൾ പാർക്ക് ചെയ്യണമെന്നും ഇത് സൂചിപ്പിക്കുന്നു. സൈക്കിൾ പാർക്കിംഗ്. സൈക്കിളുകൾക്കായി ഉദ്ദേശിച്ചിട്ടുള്ള പാർക്കിംഗ് സ്ഥാനത്ത് ഈ അടയാളം സ്ഥാപിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ചിഹ്നമൊക്കെ നോക്കി വെച്ചിരിക്കുന്നത് ഇതൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നൽസ് ആണ് കേട്ടോ. ഇത് സൈക്കിൾ പാർക്കിങ്ങിൻ്റെ സിഗ്നലാണ്. സ്കൂട്ടറുകൾക്കുള്ള പാർക്കിംഗ്. സ്കൂട്ടറുകൾക്കും മോട്ടോർ സൈക്കിളുകൾക്കുമായി ഉദ്ദേശിച്ചുള്ള പാർക്കിംഗ് സ്ഥാനത്ത് ഈ അടയാളം സ്ഥാപിച്ചിരിക്കുന്നു.
ഓട്ടോറിക്ഷ പാർക്കിംഗ്. ഓട്ടോറിക്ഷകൾക്കായി ഉദ്ദേശിച്ചിട്ടുള്ള പാർക്കിംഗ് സ്ഥാനത്ത് ഈ അടയാളം സ്ഥാപിച്ചിരിക്കുന്നു. ടാക്സികൾക്കുള്ള പാർക്കിംഗ്. പാർക്കിംഗ് ടാക്സികൾക്ക് മാത്രമുള്ള ലക്ഷ്യസ്ഥാനത്ത് ഈ ചിഹ്നം സ്ഥാപിച്ചിരിക്കുന്നു. വികലാംഗർ. വികലാംഗരെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ചിഹ്നം സൂചിപ്പിക്കുന്നത്. ആശുപത്രി. ഈ അടയാളം സമീപത്ത് ആശുപത്രി ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ഈ വഴിയിലൂടെ വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർമാർ ശ്രദ്ധാലുവായിരിക്കണം. അനാവശ്യമായി ഹോൺ അടിക്കരുത്. പ്രഥമ ശുശ്രൂഷ കേന്ദ്രം. സമീപത്ത് ഒരു പ്രഥമ ശുശ്രൂഷ സൗകര്യമുണ്ടെന്ന് ഈ അടയാളം കാണിക്കുന്നു. അത് അടിയന്തര സാഹചര്യങ്ങളിലോ അപകടങ്ങളിലോ വളരെ ഉപയോഗപ്രദമാണ്. ഹൈവേകളിലും ഗ്രാമീണ റോഡുകളിലും ഇവ സാധാരണയായി സ്ഥാപിക്കുന്നു. ടെലിഫോൺ. ഈ അടയാളം റോഡിന് സമീപമുള്ള ടെലിഫോണിൻ്റെ ലഭ്യതയെ സൂചിപ്പിക്കുന്നു. പെട്രോൾ പമ്പ്. മുന്നിൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ടെന്ന് ഈ വിവര ചിഹ്നം സൂചിപ്പിക്കുന്നു. ഈ ചിഹ്നത്തിൽ ചിലപ്പോൾ ദൂരം സൂചിപ്പിക്കും. ഇത് സൈൻ പോസ്റ്റിൽ നിന്ന് പെട്രോൾ പമ്പ് വരെ എത്ര ദൂരെയാണെന്ന ആശയം നൽകുന്നു. ഹോട്ടൽ. ഈ അടയാളം ഹോട്ടൽ, ലോഡ്ജ് അല്ലെങ്കിൽ റോഡിൽ വിശ്രമിക്കുന്നതിനുള്ള മറ്റേതെങ്കിലും ഭാഗത്തായി സ്ഥാപിച്ചിരിക്കുന്നു. ഈ അടയാളങ്ങൾ ദേശീയപാതകളിൽ കാണാം. റെസ്റ്റോറൻറ്റ്. ഈ അടയാളം സമീപത്ത് ഒരു ഭക്ഷണ സ്ഥലമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ഹൈവേകളിലും റോഡിൻ്റെ നീണ്ട ഭാഗങ്ങളിലും ഈ അടയാളം സാധാരണമാണ്. റിഫ്രഷ്മെൻറ്റ്. ഈ ചിഹ്നം റോഡിന് സമീപം ലൈറ്റ് റിഫ്രഷ്മെൻറ്റ് സൗകര്യമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ബസ് സ്റ്റോപ്പ്. ഈ ചിഹ്നം റോഡിന് സമീപം ബസ് സ്റ്റോപ്പ് സൗകര്യമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. വ്യവസായശാല. ഈ ചിഹ്നം റോഡിന് സമീപം വ്യവസായശാല ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. എയർപോർട്ട്. ഈ ചിഹ്നം റോഡിന് സമീപം എയർപോർട്ട് ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ടോൾ ബൂത്ത്. ഈ ചിഹ്നം മുന്നിൽ ടോൾ ബൂത്ത് ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. എക്സ്പ്രസ് വേയിലേക്കുള്ള പ്രവേശന വഴി. ഈ ചിഹ്നം മുന്നിൽ എക്സ്പ്രസ് വേയിലേക്കുള്ള പ്രവേശന വഴി ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. സ്റ്റേറ്റ് ഹൈവേ. ഈ ചിഹ്നം സ്റ്റേറ്റ് ഹൈവേയെ സൂചിപ്പിക്കുന്നു. ഈ ചിഹ്നം നാഷണൽ ഹൈവേയെ സൂചിപ്പിക്കുന്നു. ഏഷ്യൻ ഹൈവേയെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് കേട്ടോ ഇത്. AH-45 എന്നുള്ളത്. NE1 എക്സ്പ്രസ് വേ എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. അടുത്തത് ഈ ഒരു ചിഹ്നം ഫ്ലഡ് ഗേജ്. അതെന്താണെന്ന് വെച്ചാൽ നദി, കനാൽ, തടാകം എന്നിവയ്ക്കടുത്തുള്ള ഹൈവേകളിലും റോഡുകളിലും ഈ അടയാളങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. ഈ അടയാളം ജലത്തിൻ്റെ തോത് സൂചിപ്പിക്കുന്നു. ജലത്തിൻ്റെ അപകടനിലയെക്കുറിച്ചും ഇത് മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോൾ ഈ ഒരു ട്രാഫിക് ചിഹ്നം എന്നുള്ള ഇതിൽ നമ്മൾ ഫസ്റ്റ് നമ്മളൊന്ന് കയറുമ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് അടുത്ത കുറച്ച് ചിഹ്നങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഫസ്റ്റ് കാണിച്ച ഈ ട്രാഫിക് ചിഹ്നങ്ങൾ ഏത് വിവരദായക കാറ്റഗറിയിലാണ് കേട്ടോ വരുന്നത്. അടുത്ത് ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് വിവരദായകം, മാൻഡേറ്ററി, ക്വഷണറി, മറ്റ് ചിഹ്നങ്ങൾ എന്നുള്ള 4 ടൈപ്പ് ഓഫ് കാറ്റഗറൈസ് ചെയ്താണ് ഇത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ട്രാഫിക് ചിഹ്നങ്ങൾ. അപ്പോൾ നമ്മൾ കണ്ടതെല്ലാം വിവരദായക കാറ്റഗറിയിൽ വരുന്ന ട്രാഫിക് ചിഹ്നങ്ങളാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്ന മാൻഡേറ്ററി ട്രാഫിക് ചിഹ്നങ്ങളാണ് കേട്ടോ. അതിൽ ഫസ്റ്റ് സ്റ്റോപ്പ്, നിർത്തുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രമുഖവുമായ റോഡ് ചിഹ്നങ്ങളിൽ ഒന്നാണ്. ഡ്രൈവർ ഉടനെ വാഹനം നിർത്തണമെന്ന് ഈ അടയാളം സൂചിപ്പിക്കുന്നു. സാധാരണയായി പോലീസ്, ട്രാഫിക്, ടോൾ അധികൃതർ, ചെക്ക് പോസ്റ്റുകൾ എന്നിവിടങ്ങളിൽ ഈ അടയാളം ഉപയോഗിക്കുന്നു. ഗീവ് വേ, പോകാൻ അനുവദിക്കുക. ഒരു പ്രത്യേക പാത അച്ചടക്കം പാലിക്കേണ്ട റൗണ്ട് എബൌട്ടുകളിൽ ഈ ചിഹ്നം ഉപയോഗിക്കുന്നു. നിങ്ങളുടെ വലതുവശത്തുള്ള ട്രാഫിക്കിന് വഴിയൊരുക്കാൻ ഈ അടയാളം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. പ്രവേശനമില്ല, നോ എൻട്രി. ഒരു പ്രദേശത്തിൻ്റെയോ റോഡിൻ്റെയോ ചില പോക്കറ്റുകൾ ട്രാഫിക്കിനുള്ള പ്രവേശന മേഖലകളല്ലാത്തതിനാൽ വേർതിരിച്ചിരിക്കുന്നു. ഇത് ഒരു നിയന്ത്രിത പ്രദേശത്തേക്കുള്ള പ്രവേശനമോ ട്രാഫിക് മേഖലയോ ആകാം. അതിനാൽ ഡ്രൈവർ അത് അനുസരിക്കുകയും റൂട്ട് വഴിതിരിച്ചിടുകയും വേണം. അടുത്തത് വൺ വേ ആണ് കേട്ടോ. ഈ ഒരു ചിഹ്നം വൺ വേ, അതായത് വാഹനങ്ങൾ ഒരു ദിശയിൽ നിരോധിച്ചിരിക്കുന്നു. ട്രാഫിക്
ഒഴുക്ക് ഒരു ദിശയിൽ മാത്രം അനുവദിക്കൂ എന്ന് ഈ അടയാളം സൂചിപ്പിക്കുന്നു. ഈ ചിഹ്നത്തിനപ്പുറമുള്ള വഴി ട്രാഫിക്കിന്റെ പ്രവേശനത്തെ നിയന്ത്രിക്കുന്നു. എന്നിരുന്നാലും വരാനിരിക്കുന്ന ട്രാഫിക് പ്രവാഹം സാധാരണമായി തുടരുന്നു. രണ്ട് ദിശയിലേക്കും വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു. ഈ ചിഹ്നം അതിനപ്പുറമുള്ള അതിർത്തി നിർണയിച്ച പ്രദേശം ഇരുവശത്തു നിന്നും ഗതാഗതത്തിന് നിരോധിച്ചിരിക്കുന്നു. ഈ അടയാളം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് കാൽനട യാത്രക്കാർക്കുള്ള പ്രദേശം മാത്രം, അറ്റകുറ്റപ്പണി നടക്കുന്ന സ്ഥലം, സുരക്ഷാ കാരണങ്ങൾ എന്നിവ പോലുള്ള നിരവധി കാരണങ്ങൾ ഉണ്ടാകാം. സൈക്കിളിന് പ്രവേശനമില്ല. സൈക്ലിസ്റ്റുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അതിവേഗം സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള ചില റോഡുകൾ സൈക്ലിസ്റ്റുകൾക്ക് നിരോധിച്ചിരിക്കുന്നു. അതിനാൽ സൈക്കിൾ യാത്രക്കാർ ഈ അടയാളം ഇൻസ്റ്റാൾ ചെയ്ത റോഡുകൾ ഉപയോഗിക്കരുത്. ചരക്ക് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. ചിഹ്നം തന്നെ പറയുന്നത് പോലെ നിയുക്തമാക്കിയ പ്രദേശം ട്രക്കുകൾക്കോ ഹെവി അഥവാ വലിയ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. ഇവ ഇടുങ്ങിയ പാതകളോ തിരക്കേറിയ പ്രദേശങ്ങളോ ആകാം. അവിടെ വലിയ വാഹനങ്ങളുടെ പ്രവേശനം സുഗമമായ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്നു. കാൽനട യാത്രക്കാർക്ക് പ്രവേശനമില്ല. ഈ അടയാളം റോഡിലെ സമീപ പ്രദേശങ്ങളിലോ കാൽനട യാത്രക്കാരുടെ ചലനത്തെ നിയന്ത്രിക്കുന്നു. വേഗത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, ഹൈവേകൾ എന്നിവയ്ക്കുള്ള പാതയാണിത്. റോഡ് മുറിച്ചു കടക്കുന്നതിന് അണ്ടർപാസ്, ഫുട് ഓവർ ബ്രിഡ്ജ് തുടങ്ങിയ ഇതര ക്രോസിംഗ് ക്രമീകരണങ്ങളുള്ള കവലയിൽ ഇത് സ്ഥാപിക്കാം. കാളവണ്ടിക്ക് പ്രവേശനമില്ല. ഗതാഗതത്തിന്റെ മന്ദഗതിയിലുള്ള രൂപം പലതവണ സുഗമമായ ഗതാഗതത്തിന് തടസ്സമായി തീരുന്നു. അതിനാൽ കാളവണ്ടി ഓടിക്കാൻ അനുവാദമില്ലാത്ത ചില സോണുകൾ അതിർത്തി നിർണയിക്കുന്നു. കൈവണ്ടികൾക്ക് പ്രവേശനമില്ല. അതിർത്തി അടയാളപ്പെടുത്തിയ റോഡിൽ കൈവണ്ടികൾ നിരോധിച്ചിട്ടുണ്ടെന്ന് ഈ അടയാളം സൂചിപ്പിക്കുന്നു. കാരണം ഇത് വേഗത്തിൽ നീങ്ങുന്ന ഗതാഗതത്തെ തടസ്സപ്പെടുത്തും. കുതിരവണ്ടികൾക്ക് പ്രവേശനം ഇല്ല. ടോം ഗാസ് അല്ലെങ്കിൽ കുതിരവണ്ടി സമീപകാലത്ത് ഒരു ജനപ്രിയ ഗതാഗത മാർഗമായി വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. പുതിയതും വേഗതയേറിയതുമായ ഗതാഗത മാർഗങ്ങളുടെ വരവോടെ ഈ വാഹനം സുഗമമായ ട്രാഫിക് പ്രവാഹത്തിന് തടസ്സമായി തീരുന്നു. അതിനാൽ നിരവധി പ്രദേശങ്ങൾ, റോഡുകൾ കുതിരവണ്ടികൾക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. എല്ലാ മോട്ടോർ വാഹനങ്ങളും നിരോധിച്ചിരിക്കുന്നു. നിയുക്ത പ്രദേശത്ത് പുറത്തുനിന്നോ ഉള്ളിൽ നിന്നോ ഗതാഗത ചലനം ഉണ്ടാക്കരുത് എന്ന് ഈ അടയാളം സൂചിപ്പിക്കുന്നു. ഒരു പ്രദേശത്തെ ഞെരുക്കം ഒഴിവാക്കാൻ അല്ലെങ്കിൽ പ്രദേശം വിച്ഛേദിക്കാൻ ഇതുപയോഗിക്കുന്നു. കാൽനട പ്രദേശങ്ങളിലും ഇതുപയോഗിക്കുന്നു. ഉയരപരിധി. കുറഞ്ഞ ഉയരത്തിൽ പാലങ്ങൾ, റെയിൽവേ ലൈനുകൾ മുതലായവയിലൂടെ കടന്നുപോകുന്ന ചില റോഡുകളുണ്ട്. അനിഷ്ട സംഭവങ്ങളൊന്നും ഒഴിവാക്കാൻ പാലത്തിന് കീഴിൽ എളുപ്പത്തിൽ കടന്നുപോകാൻ കഴിയുന്ന വാഹനത്തിന്റെ ഉയരം അധികൃതർ നിജപ്പെടുത്തിയിരിക്കുന്നു. അപകടങ്ങളും ശിക്ഷാ നടപടികളും ഒഴിവാക്കാൻ നിർദ്ദിഷ്ട പരിധി കർശനമായി പാലിക്കണം. ഭാരപരിധി. ഈ ചിഹ്നം റോഡിൽ കൂടി സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ ലോഡിനെ പരിമിതപ്പെടുത്തുന്നു. 5 ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള ഒരു വാഹനത്തിന് ഈ റോഡ് ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് അടയാളം സൂചിപ്പിക്കുന്നു. കാരണം ഒരു പാലം ഉണ്ടായിരിക്കാം, അത് 5 ടണ്ണിനപ്പുറം ഭാരം വഹിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ വാഹനത്തിന്റെ ഭാരം ഉൾക്കൊള്ളാൻ റോഡ് മൃദുവാണ്. ആക്സിൽ ഭാരപരിധി. ഈ ചിഹ്നം സാധാരണയായി ഒരു പാലത്തിന് മുമ്പായി ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഒരു പാലത്തിന് വഹിക്കാവുന്ന ലോഡ് ഇതിൽ സൂചിപ്പിക്കുന്നു. ഈ ചിഹ്നത്തിന്റെ പരിധി 2 ടണ്ണാണ്. ഇത് സൂചിപ്പിക്കുന്ന 4 ടണ്ണോ അതിൽ കുറവോ ആക്സിൽ ലോഡുള്ള വാഹനങ്ങൾക്ക് മാത്രമേ ഈ പാലത്തിലൂടെ കടന്നുപോകാൻ കഴിയൂ. ദൈർഘ്യപരിധി. റോഡിലെ ഈ ചിഹ്നം വാഹനത്തിന്റെ നീളം സൂചിപ്പിക്കുന്നു. അത് ആ പാതയിലൂടെ കൈകാര്യം ചെയ്യാൻ കഴിയും. ഇത് മൂർച്ചയുള്ള ടേൺ, ഹെയർപിൻ വളവ് മുതലായവ ആകാം. ഇത് നീളമേറിയതും വലിപ്പമുള്ളതുമായ വാഹനത്തിന് വേണ്ടിയുള്ളതാണ്. ഇത് സുരക്ഷിതമായ വഴിത്തിരിവിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിയില്ല. ഇടത്തേക്ക് തിരിയാൻ പാടില്ല. ഒരു സാഹചര്യത്തിലും ഇടതുവശത്തേക്ക് തിരിയരുതെന്ന് ഈ അടയാളം ഡ്രൈവറോട് നിർദ്ദേശിക്കുന്നു. വലത്തോട്ട് തിരിയാൻ പാടില്ല. ഒരു സാഹചര്യത്തിലും വലതുവശത്തേക്ക് തിരിയരുതെന്ന് ഈ അടയാളം ഡ്രൈവറോട് നിർദ്ദേശിക്കുന്നു. വാഹനങ്ങളെ മറികടക്കുന്നത് നിരോധിച്ചിരിക്കുന്നു.
സൂപ്പർ ഹൈവേകളും വാഹനങ്ങളുടെ സാങ്കേതിക വിദ്യയുടെ പുരോഗതിയും വാഹനങ്ങളുടെ വേഗത പല മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് റോഡിലെ സമയം ലാഭിക്കാനുള്ള ഒരു തന്ത്രമായി വാഹനങ്ങളെ മറികടക്കുന്നത് മാറിയിട്ടുണ്ട്. റോഡുകൾ ഇടുങ്ങിയതും പാലങ്ങളിലും വളവുകളിലും വാഹനങ്ങളെ മറികടക്കുന്നത് അപകടകരമാണ്. മേൽ പറയപ്പെട്ട സ്ഥലങ്ങളിൽ ഈ ചിഹ്നം സ്ഥാപിച്ചിട്ടുള്ളതും സുരക്ഷ ഉറപ്പാക്കുന്നതിനു വേണ്ടി വാഹനങ്ങളെ മറികടക്കുന്നതും നിരോധിച്ചിരിക്കുന്നു. യു-ടേൺ നിരോധിച്ചിരിക്കുന്നു. റോഡുകളിലെ തിരക്കേറിയ ചില കവലകളിൽ ഈ അടയാളം കാണാം. ഈ കവലകളിലെ യു-ടേൺ വലിയ അപകടങ്ങളോ ട്രാഫിക് ജാമുകളോ ഉണ്ടാക്കാം. പിഴയും അനിഷ്ട സംഭവങ്ങളും ഒഴിവാക്കാൻ ഡ്രൈവർ ഈ അടയാളം ലംഘിക്കരുത്. കൂടിയ വേഗത പരിധി 50 km/h. ഈ ചിഹ്നത്തിൽ വ്യക്തമാക്കിയതുപോലെ റോഡിലെ ട്രാഫിക്കിൻ്റെ വേഗത നിർണ്ണയിക്കുന്നു. കൂടിയ വേഗത പരിധി 50 km/h ആയി നിജപ്പെടുത്തിയിരിക്കുന്നു. ശിക്ഷാ നടപടികളും റോഡിലെ അപകടങ്ങളും ഒഴിവാക്കാൻ വ്യക്തമാക്കിയ കൂടിയ വേഗത പരിധി ലംഘിക്കരുത്. ഹോൺ നിരോധിച്ചിരിക്കുന്നു. അമിതവും അനാവശ്യവുമായ ഹോൺ മുഴക്കുന്നത് ആധുനിക സമൂഹത്തിലെ അക്രമാസക്തമായ പെരുമാറ്റമായി കണക്കാക്കപ്പെടുന്നു. ഈ ചിഹ്നം ആശുപത്രികൾ, സ്കൂളുകൾ മുതലായ നിശബ്ദ മേഖലകളിൽ സ്ഥാപിച്ചിട്ടുള്ളതാകുന്നു. എവിടെ ഈ ചിഹ്നം കാണുന്നുവോ അവിടെ പൂർണ്ണമായും ഹോൺ മുഴക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ബസ് സ്റ്റോപ്പ്. എല്ലാ ബസ്സുകളും പൊതുഗതാഗതം ഈ സ്ഥലത്ത് നിർബന്ധമായി നിർത്തുമെന്ന് ഈ അടയാളം കാണിക്കുന്നു. പാർക്കിംഗ് പാടില്ല. പ്രധാന നഗരങ്ങളിൽ ഈ അടയാളം വളരെ പ്രാധാന്യമർഹിക്കുന്നു. നിയുക്ത സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു. ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന ഏതൊരു വാഹനവും വലിച്ചിഴയ്ക്കുകയും ജീവനക്കാർ, ഡ്രൈവർ ശിക്ഷാ നടപടികൾക്ക് ബാധ്യസ്ഥനാണ്. അതിനാൽ ഡ്രൈവർമാർ തങ്ങളുടെ വാഹനം അംഗീകൃത പാർക്കിംഗ് ഏരിയകളിൽ മാത്രം പാർക്ക് ചെയ്യണം. നിർത്തുകയോ നിലകൊള്ളുകയോ പാടില്ല. ചില റോഡുകൾ തുടർച്ചയായി ഗതാഗതം ആവശ്യപ്പെടുന്നുവെന്നും ഒരു വാഹനം നിർത്തുന്നത് മുഴുവൻ ഗതാഗത തടസ്സത്തെയും തടസ്സപ്പെടുത്തുന്നു. ഈ പ്രദേശങ്ങളിൽ നിർത്തൽ അടയാളങ്ങളൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഈ സ്ഥലങ്ങളിൽ നിർത്തുന്ന ഏത് വാഹനത്തിനും ഒരു അപകടവും ശിക്ഷാ നടപടിയും നേരിടേണ്ടി വരും. നിർബന്ധമായും നേരെ പോകുക. ഈ അടയാളം ട്രാഫിക് നേരായ ദിശയിലേക്ക് നീങ്ങണമെന്നും ഇരുവശത്തേക്കും തിരിയുന്നത് ശിക്ഷാ നടപടികളിലേക്കും സുരക്ഷാ അപകടത്തിലേക്കും നയിക്കുമെന്നും സൂചിപ്പിക്കുന്നു. നിർബന്ധമായും ഇടത്തേക്ക് തിരിയുക. ഈ അടയാളം കണ്ട ശേഷം ഒരാൾ നിർബന്ധിതമായി ഇടത്തേക്ക് തിരിയണം. വഴിതിരിച്ചു വിടൽ കാരണം ഇത് സ്ഥാപിച്ചിട്ടുണ്ടാകാം. നിർബന്ധമായും വലത്തേക്ക് തിരിയുക. ഈ അടയാളം കണ്ടതിനു ശേഷം ഒരാൾ നിർബന്ധിതമായി വലത്തേക്ക് തിരിയണം. വഴിതിരിച്ചുവിടൽ കാരണം ഇത് സ്ഥാപിച്ചിട്ടുണ്ടാകാം. നിർബന്ധമായും മുന്നിൽ ചെന്ന് ഇടത്തേക്ക് തിരിയുക. ഈ അടയാളം ഡ്രൈവറോട് മുന്നിൽ ചെന്ന് ഇടതുവശത്തേക്ക് മാത്രം തിരിയാൻ നിർദ്ദേശിക്കുന്നു. അതിനെന്തെങ്കിലും കാരണമുണ്ടാകാം. പക്ഷേ ഈ സിഗ്നൽ അനുസരിക്കുന്നത് സുരക്ഷയ്ക്കും തടസ്സരഹിതമായ ഡ്രൈവിനും ഇടയാക്കും. നിർബന്ധമായും മുന്നിൽ ചെന്ന് വലത്തേക്ക് തിരിയുക. ഈ ചിഹ്നം ഡ്രൈവറെ മുന്നിൽ ചെന്ന് വലത്തേക്ക് മാത്രം തിരിയാൻ നിർദ്ദേശിക്കുന്നു. അതിന് എന്തെങ്കിലും കാരണമുണ്ടാകാം. പക്ഷേ ഈ സിഗ്നൽ അനുസരിക്കുന്നത് സുരക്ഷയ്ക്കും തടസ്സരഹിതമായ ഡ്രൈവിങ്ങിനും ഇടയാക്കും. നിർബന്ധമായും ഇടത്തേക്ക് അല്ലെങ്കിൽ നേരെ പോകുക. ഈ അടയാളം ട്രാഫിക്കിനെ നേരെ നീക്കാൻ അല്ലെങ്കിൽ ഇടത്തേക്ക് തിരിയാൻ നിർദ്ദേശിക്കുന്നു. വലത്തേക്ക് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു. ഈ ചിഹ്നം ലംഘനം നിങ്ങളുടെ സുരക്ഷയെ അപകടത്തിലാക്കുകയും ശിക്ഷാ നടപടികളിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം. നിർബന്ധമായും വലത്തേക്ക് അല്ലെങ്കിൽ നേരെ പോകുക. ഈ അടയാളം ട്രാഫിക്കിനെ നേരെ നീക്കാൻ അല്ലെങ്കിൽ വലത്തേക്ക് തിരിയാൻ നിർദ്ദേശിക്കുന്നു. ഇടത്തേക്ക് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു. ഈ ചിഹ്നത്തിൻ്റെ ലംഘനം നിങ്ങളുടെ സുരക്ഷയെ അപകടത്തിലാക്കുകയും ശിക്ഷാ നടപടികളിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം. നിർബന്ധമായും ഇടതുവശം ചേർന്ന് പോകുക. സുഗമമായ ട്രാഫിക് പ്രവാഹത്തിനായി ഡ്രൈവർ ഇടത് പാതയിലൂടെ ഡ്രൈവ് ചെയ്യണമെന്ന് ഈ അടയാളം സൂചിപ്പിക്കുന്നു. ഈ ചിഹ്നം പ്രധാനമായും റോഡുകളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അവയ്ക്കിടയിൽ വിഭജനമില്ല. ഒരേ വഴിയിൽ രണ്ട് വഴികളിലൂടെയുള്ള ഗതാഗതം. സൈക്കിൾ ട്രാക്ക്. സൈക്കിൾ യാത്രക്കാരൻ ഈ പാത നിർബന്ധമായി ഉപയോഗിക്കണമെന്നും മറ്റു മോട്ടോർ വാഹനങ്ങളൊന്നും അതിൽ പ്രവേശിക്കരുതെന്നും ഈ അടയാളം നിർദ്ദേശിക്കുന്നു. ഒരു സുരക്ഷിത സൈക്ലിസ്റ്റ് ആകുന്നതിനും
പിഴ ഒഴിവാക്കുന്നതിനും എല്ലായ്പ്പോഴും ഈ അടയാളം പിന്തുടരുക. നിർബന്ധമായും ഹോൺ മുഴക്കുക. മുഴക്കുന്നത് നിർബന്ധമാക്കുക ചില സമയങ്ങളുണ്ട്. പ്രത്യേകിച്ച് മലയോര റോഡുകളിൽ അന്ധമായ തിരിവുകളിൽ ഹോൺ മുഴക്കുന്നത് സുരക്ഷാ നടപടികളിലൊന്നാണ്. അതിനാൽ ഈ ചിഹ്നം കണ്ടാൽ ഹോൺ മുഴക്കുന്നത് മറ്റുള്ള വാഹനങ്ങൾക്ക് നിങ്ങളുടെ വരവ് അറിയാൻ സാധിക്കുന്നു. എല്ലാ നിയന്ത്രണങ്ങളും അവസാനിക്കുന്നു. റോഡിലെ ചിഹ്നത്തിലൂടെ നൽകുന്ന ഏത് നിയന്ത്രണവും ഇവിടെ അവസാനിക്കുന്നു. ചിഹ്നങ്ങൾ ചുമത്തിയ നിയന്ത്രണം ഈ പോയിന്റിനപ്പുറം സാധുതയുള്ളതല്ലെന്ന് ഈ അടയാളം സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും ഡ്രൈവർമാർ അലംഭാവം കാണിക്കരുത്. അപകടങ്ങൾ ഒഴിവാക്കാൻ എല്ലാ സുരക്ഷാ നടപടികളും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ വിവരദായക ട്രാഫിക് ചിഹ്നങ്ങളും മാൻഡേറ്ററി ആയിട്ടുള്ള ട്രാഫിക് ചിഹ്നങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് വരുന്നത് ക്വസ്റ്റനറി ട്രാഫിക് ചിഹ്നങ്ങളാണ്. അതിൽ ആദ്യത്തേത് മുന്നിൽ ഇടതുവശത്തേക്കുള്ള വളവ്. മുന്നിലുള്ള റോഡിൽ ഒരു ഇടതുവശത്തേക്കുള്ള വളവിനെക്കുറിച്ച് ഈ അടയാളം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അതനുസരിച്ച് വാഹനം കൈകാര്യം ചെയ്യുന്നതിനും ഇത് നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടെ വേഗത കുറയ്ക്കാനും വളവിലേക്ക് കണ്ണുകൾ സ്ഥാപിക്കാനും നിങ്ങൾക്ക് സമയം ലാഭിക്കും. പെട്ടെന്നുള്ള തിരിവ് കാരണം ഇത് അപകട സാധ്യത കുറയ്ക്കുന്നു. മുന്നിൽ വലതുവശത്തേക്കുള്ള വളവ്. മുന്നിലുള്ള റോഡിൽ ഒരു വലതുവശത്തേക്കുള്ള വളവിനെക്കുറിച്ച് ഈ അടയാളം നിങ്ങളെ മുന്നറിയിപ്പ് നൽകുന്നു. അതനുസരിച്ച് വാഹനം കൈകാര്യം ചെയ്യാൻ ഇത് നിങ്ങളെ സഹായിക്കുകയും പെട്ടെന്ന് തിരിയുന്നത് മൂലം അപകട സാധ്യത ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇടത് ഹെയർപിൻ വളവ്. മുന്നോട്ടുള്ള റോഡിൽ ഇടതുവശത്തേക്കുള്ള കുത്തനെയുള്ള വളവിനെക്കുറിച്ച് ഈ അടയാളം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. മലയോര റോഡുകളിലാണ് ഇവ സ്ഥാപിച്ചിട്ടുള്ളത്. വളവ് കൈകാര്യം ചെയ്യുന്നതിനുള്ള വേഗത കുറയ്ക്കുന്നതിന് ഇത് സമയം നൽകുന്നു. ഒപ്പം ഡ്രൈവറുടെ കണ്ണുകൾ സജ്ജമാക്കുന്നു. മലയോര റോഡിലെ വലിയ വളവുകൾ എളുപ്പത്തിൽ കാണാനാകാത്തതിനാൽ ഈ ചിഹ്നത്തിൻ്റെ അഭാവം വലിയ അപകടങ്ങൾ ഇടയാക്കും. വലത് ഹെയർപിൻ വളവ്. ഹെയർപിൻ വളവുകൾ പ്രത്യേകിച്ച് മലയോര റോഡുകളിൽ അപകടകരമായ തിരിവുകളാണ്. മുന്നോട്ടുള്ള റോഡിൽ വലതുവശത്തേക്ക് കുത്തനെയുള്ള വളവിനെക്കുറിച്ച് അടയാളം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. വളവിൽ വാഹനം കൈകാര്യം ചെയ്യുന്നതിനുള്ള വേഗത കുറയ്ക്കുന്നതിന് ഇത് സമയം നൽകുന്നു. ഒപ്പം ഡ്രൈവറുടെ കണ്ണുകൾ സജ്ജമാക്കുന്നു. മലയോര റോഡിലെ വലിയ വളവുകൾ എളുപ്പത്തിൽ കാണാനാകാത്തതിനാൽ ഈ ചിഹ്നത്തിൻ്റെ അഭാവം വലിയ അപകടങ്ങൾ ഇടയാക്കും. ഇടതുവശത്തേക്ക് സിഗ്സാഗ് വളവ്. ഈ റോഡ് ചിഹ്നം മുന്നിലുള്ള റോഡിൻ്റെ ഒരുതരം Z രൂപകൽപ്പനയെ സൂചിപ്പിക്കുന്നു. മുന്നിലുള്ള റോഡ് ഇടതുവശത്തേക്ക് സിഗ്സാഗ് രൂപത്തിൽ തിരിയുന്നതിനെക്കുറിച്ച് ഇത് ഡ്രൈവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഡ്രൈവർ ഈ ചിഹ്നം കാണുമ്പോൾ വേഗത കുറയ്ക്കുകയും വാഹനം ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുകയും വേണം. വലതുവശത്തേക്ക് സിഗ്സാഗ് വളവ്. ഈ റോഡ് ചിഹ്നം മുന്നിലുള്ള റോഡിൻ്റെ ഒരുതരം Z രൂപകൽപ്പനയെ സൂചിപ്പിക്കുന്നു. മുന്നിലുള്ള റോഡ് വലതുവശത്തേക്ക് സിഗ്സാഗ് രൂപത്തിൽ തിരിയുന്നതിനെക്കുറിച്ച് ഇത് ഡ്രൈവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഡ്രൈവർ ഈ ചിഹ്നം കാണുമ്പോൾ വേഗത കുറയ്ക്കുകയും വാഹനം ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുകയും വേണം. കുത്തനെയുള്ള ഇറക്കം. ഈ റോഡ് ചിഹ്നം മുന്നിൽ കുത്തനെയുള്ള ഇറക്കമുണ്ടെന്നും വാഹനം അനുയോജ്യമായ ഗിയറിൽ ഇറങ്ങാൻ തയ്യാറാകണമെന്നും സൂചിപ്പിക്കുന്നു. കുത്തനെ ഉള്ള ഇറക്കങ്ങളിൽ വാഹനത്തിൻ്റെ വേഗത തനിയെ കൂടുമെന്നതിനാൽ ഡ്രൈവർ ശ്രദ്ധാപൂർവം ബ്രേക്ക് അമർത്തി വാഹനം നിയന്ത്രണത്തിൽ നിർത്തണം. കുത്തനെയുള്ള കയറ്റവും ഇറക്കവും യാത്രയുടെ സാധാരണ ഭാഗമായ മലയോര റോഡിലാണ് മിക്കപ്പോഴും ഈ അടയാളങ്ങൾ കാണപ്പെടുന്നത്. കുത്തനെയുള്ള കയറ്റം. ഈ റോഡ് ചിഹ്നം കുത്തനെയുള്ള കയറ്റമുണ്ടെന്നും ഡ്രൈവർ അനുയോജ്യമായ ഗിയറിൽ വാഹനം കയറ്റം കയറാൻ തയ്യാറാകണമെന്ന് സൂചിപ്പിക്കുന്നു. കുത്തനെയുള്ള കയറ്റവും ഇറക്കവും യാത്രക്കാരുടെ സാധാരണ ഭാഗമായ മലയോര റോഡിലാണ് മിക്കപ്പോഴും ഈ അടയാളങ്ങൾ കാണപ്പെടുന്നത്. മുന്നിൽ ഇടുങ്ങിയ വഴി. റോഡിൻ്റെ വീതി കുറയുകയും റോഡ് ഇടുങ്ങിയ റോഡിലേക്ക് ലയിക്കുകയും ചെയ്യുമ്പോൾ വേഗതയേറിയ വാഹനം വരുന്ന ട്രാഫിക്കുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യതയുണ്ട്. മുന്നോട്ടുള്ള റോഡ് ഇടുങ്ങിയതിനാൽ ഡ്രൈവർ ജാഗ്രത പാലിക്കാൻ ഈ അടയാളം മുന്നറിയിപ്പ് നൽകുന്നു. മുന്നിൽ വീതി കൂടിയ റോഡ്. ഈ അടയാളം മുന്നോട്ടുള്ള റോഡ് വിശാലമാണെന്ന് സൂചിപ്പിക്കുന്നു. ഈ ചിഹ്നത്തിന് ശേഷം റോഡിൻ്റെ വീതി വിശാലമാക്കുകയും അതിനാൽ ട്രാഫിക് അതിനനുസരിച്ച് ക്രമീകരിക്കുകയും വേണം. ഇടുങ്ങിയ പാലം. റോഡിനേക്കാൾ ഇടുങ്ങിയ പാലങ്ങൾക്ക് മുമ്പായി ഈ അടയാളം സ്ഥാപിച്ചിരിക്കുന്നു. ഡ്രൈവർ വേഗത കുറയ്ക്കുകയും സുരക്ഷിത ഡ്രൈവിങ്ങിനായി വരുന്ന ട്രാഫിക്കിനായി ശ്രദ്ധിക്കുകയും വേണം. ഗ്യാപ്പ് ഓഫ് മീഡിയൻ. ഈ അടയാളം ഒരു റോഡിൻ്റെ ഡിവൈഡറിൽ ഒരു വിടവുണ്ടെന്നും
യു ടേൺ വ്യവസ്ഥയുണ്ടെന്നും സൂചിപ്പിക്കുന്നു. അപകടം ഒഴിവാക്കാൻ ഡ്രൈവർ മന്ദഗതിയിലാവുകയും മറ്റു ലൈൻ പാതയിലേക്ക് മാറ്റുകയും വേണം. റോഡിൽ ഹമ്പുണ്ട്. ചിലപ്പോൾ ട്രാഫിക് മന്ദഗതിയിലാക്കാൻ മനഃപൂർവ്വം സൃഷ്ടിച്ചതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താൽ സംഭവിച്ചതോ ആയ റോഡിൽ ഒരു ഹമ്പുണ്ട്. ഈ അടയാളം ഡ്രൈവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അയാൾക്ക് ഹമ്പ് മുറിച്ചു കടക്കുന്നതിനുള്ള വേഗത കുറയ്ക്കണം. മുന്നിൽ തടസ്സം ഉണ്ട്. ടോൾ കളക്ഷൻ പോയിന്റ്, ചെക്ക് പോസ്റ്റുകൾ എന്നിവയിലൂടെ റോഡ് പലതവണ കടന്നുപോകുന്നു. അത്തരം സ്ഥലങ്ങളിൽ ഒരാൾക്ക് തടസ്സങ്ങൾ കണ്ടെത്താൻ കഴിയും. ഈ അടയാളം റോഡിന് മുന്നിൽ ഒരു തടസ്സമുണ്ടെന്നും വാഹനം അവിടെ നിർത്തണമെന്നും സൂചിപ്പിക്കുന്നു. റോഡിൽ താഴ്ച. മുന്നിലുള്ള റോഡിൽ ഒരു താഴ്ച ഉണ്ടെന്ന് ഈ അടയാളം മുന്നറിയിപ്പ് നൽകുന്നു. റോഡിലെ വീഴ്ചയെ മറികടക്കുന്നതിനുള്ള വേഗത കുറയ്ക്കാൻ ഈ ചിഹ്നം ഡ്രൈവറെ സഹായിക്കുന്നു. സ്ലിപ്പറി റോഡ്. ഈ അടയാളം മുന്നോട്ടുള്ള റോഡിൻ്റെ സ്ലിപ്പറി അവസ്ഥയെ സൂചിപ്പിക്കുന്നു. വെള്ളം ഒഴുകുകയോ എണ്ണ ചോർച്ച മുതലായവയോ ആകാം ഈ അവസ്ഥ. അപകടം ഒഴിവാക്കാൻ ഡ്രൈവർ ഈ അടയാളം കാണുമ്പോൾ വാഹനം മന്ദഗതിയിലാക്കണം. ചരൽ റോഡ്. അയഞ്ഞ ഭൂമിയോ ചരലോ റോഡിൽ പതിച്ചുകൊണ്ടിരിക്കുന്ന മലയോര റോഡുകളിലാണ് സാധാരണയായി ഈ അടയാളം സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ചിഹ്നത്തിന് ശേഷം ഡ്രൈവർ സാവധാനത്തിലും ശ്രദ്ധാപൂർവം വാഹനം ഓടിക്കണം. കാരണം ചെറിയ അശ്രദ്ധയാണ് ഇവിടെ വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നത്. വീഴുന്ന പാറകൾ. കുന്നിൻ പ്രദേശങ്ങളിൽ കടുത്ത കാലാവസ്ഥയിൽ മണ്ണിടിച്ചിലിൽ പാറകൾ റോഡിൽ പതിക്കുന്നു. മുന്നോട്ടുള്ള റോഡ് അത്തരം പാറകൾ വീഴാൻ സാധ്യതയുണ്ടെന്നും അപകടം ഒഴിവാക്കാൻ ഡ്രൈവർ ശ്രദ്ധാപൂർവം വാഹനം ഓടിക്കണമെന്നും ഈ അടയാളം കാണിക്കുന്നു. കാൽനട യാത്രക്കാരൻ റോഡ് മുറിച്ച് കടക്കുന്നു. കാൽനട യാത്രക്കാരനാണ് റോഡിൽ മുൻഗണന. വാഹനം മന്ദഗതിയിലാക്കാനോ നിർത്താനോ കാൽനട യാത്രക്കാരന് റോഡ് മുറിച്ചു കടക്കാൻ അനുവദിക്കണമെന്ന് ഈ അടയാളം ഡ്രൈവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. റോഡിൻ്റെ ഭാഗം സീബ്ര ക്രോസിംഗ് എന്നറിയപ്പെടുന്ന വെളുത്ത സ്ട്രിപ്പുകളിലും അടയാളപ്പെടുത്തിയിരിക്കുന്നു. സൈക്കിൾ യാത്രികൻ റോഡ് മുറിച്ച് കടക്കുന്നു. പ്രധാന റോഡിനെ വിഭജിക്കുന്ന സൈക്കിൾ പാതയുണ്ടെന്ന് ഈ റോഡ് ചിഹ്നം സൂചിപ്പിക്കുന്നു. സൈക്കിൾ യാത്രികൻ ഈ റോഡ് മുറിച്ചു കടക്കാൻ സാധ്യതയുള്ളതിനാൽ ഡ്രൈവർ സൂക്ഷ്മത പുലർത്തണം. മുന്നിൽ സ്കൂൾ ഉണ്ട്. ഈ റോഡ് അടയാളം സൂചിപ്പിക്കുന്നത് ഒരു സ്കൂൾ മുന്നിലുണ്ട്, സമീപത്താണെന്നാണ്. അപകടങ്ങൾ ഒഴിവാക്കാൻ വാഹനം മന്ദഗതിയിലാക്കാനും ശ്രദ്ധാപൂർവം വാഹനം ഓടിക്കാനും ഡ്രൈവർ ആവശ്യമാണ്. കുട്ടികൾ പലപ്പോഴും ഓടിക്കൊണ്ട് റോഡ് മുറിച്ചടക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അത്ഭുതപൂർവമായ നീക്കങ്ങൾ നടത്തുന്നു. അതിനാൽ അവരുടെ സുരക്ഷയ്ക്കായി എല്ലായ്പ്പോഴും സ്കൂളിന് സമീപം ശ്രദ്ധാപൂർവം ഡ്രൈവ് ചെയ്യുക. ഫെറി. ചിലപ്പോൾ പാലങ്ങൾ നൽകാതെ റോഡുകൾ നദികളാൽ വിഭജിക്കുന്നു. ഫെറി സർവീസ് വഴിയാണ് ഈ റോഡുകൾ ബന്ധിച്ചിരിക്കുന്നത്. നദി മുറിച്ചു കടക്കാൻ ഒരു ഫെറി സർവീസ് ഉണ്ടെന്ന് ഈ അടയാളം സൂചിപ്പിക്കുന്നു. റോഡിൽ കന്നുകാലികൾ. കന്നുകാലികൾ റോഡിൽ ഇറങ്ങാൻ വലിയ സാധ്യതയുണ്ടെന്ന് ഈ അടയാളം സൂചിപ്പിക്കുന്നു. പ്രവചനാതീതമായി മൃഗങ്ങൾ, കന്നുകാലികൾ റോഡിലേക്ക് ഇറങ്ങുന്നത് വലിയ അപകടങ്ങൾ കാരണമാകും. അതിനാൽ ഈ അടയാളം കാണുന്നിടത്തെല്ലാം ശ്രദ്ധാപൂർവം ഡ്രൈവ് ചെയ്യുക. റോഡിൽ തൊഴിലാളികൾ ഉണ്ട്. ഈ അടയാളം റോഡിൽ ചില അറ്റകുറ്റപ്പണികൾ, വൃത്തിയാക്കൽ തുടങ്ങിയവ കാണിക്കുന്നുണ്ടെന്നും അതിൽ തൊഴിലാളികൾ ഉണ്ടെന്നും കാണിക്കുന്നു. റോഡിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ട്രാഫിക്കിൽ നിന്ന് സുരക്ഷ ആവശ്യമാണ്. അതിനാൽ റോഡിൽ അറ്റകുറ്റപ്പണി നടത്തുന്ന സ്ഥലത്തിന് മുമ്പായി ഈ അടയാളം സ്ഥാപിക്കുന്നു. തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഡ്രൈവർ വഴി തിരിച്ചു വിട്ട് സാവധാനത്തിലും ശ്രദ്ധാപൂർവവും വാഹനം ഓടിക്കണം. ട്രാഫിക് സിഗ്നൽ. മുന്നിൽ ഒരു ഇലക്ട്രോണിക് നിയന്ത്രണ ട്രാഫിക് സിഗ്നൽ ലൈറ്റിംഗ് ഉണ്ടെന്ന് ഈ അടയാളം പറയുന്നു. ഈ അടയാളം വാഹനം ട്രാഫിക് ലൈറ്റിംഗ് പിന്തുടരണമെന്ന് സൂചിപ്പിക്കുന്നു. ക്രോസ് റോഡ്. ഈ അടയാളം മുന്നിൽ റോഡുകൾ കൂടിച്ചേരുന്നുണ്ട് എന്ന് പറയുന്നു. വാഹനം മന്ദഗതിയിലാക്കണമെന്നും ഇരുവശത്തും നോക്കിക്കൊണ്ട് കവലയിൽ ജാഗ്രത പാലിച്ചു ഡ്രൈവർ മുന്നോട്ട് പോകണമെന്നാണ് ഈ അടയാളം നിർദ്ദേശിക്കുന്നത്. ഇടതുവശത്തേക്ക് റോഡുള്ള ജംഗ്ഷൻ. റോഡിൻ്റെ നേരായ ചലനത്തിന് പുറമെ റോഡിൽ ഇടതുവശത്തുള്ള തിരിവുണ്ടെന്ന് ഈ അടയാളം പറയുന്നു. ഇത് റൂട്ട് ആസൂത്രണം ചെയ്യുന്നതിന് ഡ്രൈവറെ സഹായിക്കുകയും അധിക റോഡ് പ്രവേശനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. വലതുവശത്തേക്ക് റോഡുള്ള ജംഗ്ഷൻ. റോഡിൻ്റെ നേരായ ചലനത്തിന് പുറമെ റോഡിൻ്റെ വലതുവശത്തുള്ള തിരിവുണ്ടെന്ന് ഈ അടയാളം പറയുന്നു.
ഇത് റൂട്ട് ആസൂത്രണം ചെയ്യുന്നതിന് ഡ്രൈവറെ സഹായിക്കുകയും അധിക റോഡ് പ്രൊവിഷനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. ചെരിഞ്ഞ റോഡുള്ള ജംഗ്ഷൻ. ഈ റോഡ് ചിഹ്നം മുന്നിലുള്ള റോഡിൻ്റെ യഥാർത്ഥ രൂപവൽക്കരണത്തെ ചിത്രീകരിക്കുന്നു. റോഡിനെ വൈയുടെ ആകൃതിയിൽ രണ്ടായി തിരിച്ചിരിക്കുന്നു. കവല ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നതിന് ഇത് ഡ്രൈവർ സഹായിക്കുന്നു. ടി ജംഗ്ഷൻ. മുന്നിലുള്ള റോഡ് ടി കവലയുണ്ടെന്നും മുന്നോട്ടുള്ള ചലനമില്ലെങ്കിലും ഈ അടയാളം പറയുന്നു. ട്രാഫിക് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയണം. റോഡിൽ അവരുടെ ചലനം ആസൂത്രണം ചെയ്യാൻ ഇത് ഡ്രൈവറെ സഹായിക്കുന്നു. വൈ ജംഗ്ഷൻ. ഈ റോഡ് ചിഹ്നം മുന്നിലുള്ള റോഡിൻ്റെ യഥാർത്ഥ രൂപവൽക്കരണത്തെ ചിത്രീകരിക്കുന്നു. റോഡിനെ വൈയുടെ ആകൃതിയിൽ രണ്ടായി വിഭജിച്ചിരിക്കുന്നു. കവല ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നതിന് ഇത് ഡ്രൈവറെ സഹായിക്കുന്നു. 2 സൈഡ് റോഡുകളുള്ള ജംഗ്ഷൻ. ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് ഇടത് വലത് തിരിവുകൾ നേരായ റോഡിൽ അവയ്ക്കിടയിൽ ഒരു ചെറിയ ദൂരമുണ്ട്. റോഡ് മുറിച്ചു കടക്കാൻ അനുവദിക്കാത്ത ഒരു കവലയാണിത്. റൗണ്ട് എബൌട്ട്. ഒരു റോഡ് കവലയുടെ പകരമാണ് റൗണ്ട് എബൌട്ട്. ട്രാഫിക് ലൈറ്റുകളുടെ സഹായമില്ലാതെ ഇത് സുഗമമായ ഗതാഗതത്തെ അനുവദിക്കുന്നു. ഈ അടയാളം സൂചിപ്പിക്കുന്നത് ഒരു റൗണ്ട് എബൌട്ട് മുന്നിലുണ്ട് എന്നതാണ്. കാവൽക്കാരൻ ഉള്ള ലെവൽ ക്രോസ്. മുന്നിൽ കാവൽക്കാരൻ ഉള്ള ലെവൽ ക്രോസ് ഉണ്ടെന്ന് ഈ ചിഹ്നം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഡ്രൈവർ അധിക മുൻകരുതലുകൾ എടുക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. കാവൽക്കാരൻ ഇല്ലാത്ത ലെവൽ ക്രോസ്. ഈ അടയാളം സൂചിപ്പിക്കുന്നത് ഒരു റെയിൽവേ ക്രോസ് ഉണ്ട്, അത് ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്യുന്നില്ല. സമീപത്തെ ട്രാക്കിൽ ട്രെയിൻ ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഡ്രൈവർ വളരെ ജാഗ്രതയോടെ ഈ റെയിൽവേ ക്രോസിംഗ് മുറിച്ചു കടക്കണം. ലെവൽ ക്രോസ് 200 മീറ്റർ അകലെ. 200 മീറ്റർ അകലെ റെയിൽവേ ലെവൽ ക്രോസിംഗ് ഉണ്ട് എന്നത് ഈ ചിഹ്നം മുന്നറിയിപ്പ് നൽകുന്നു. ലെവൽ ക്രോസ് 100 മീറ്റർ അകലെ. 100 മീറ്റർ അകലെ ക്രോസിംഗ് ഉണ്ട് എന്നത് ഈ ചിഹ്നം മുന്നറിയിപ്പ് തരുന്നു. അപ്പോൾ നമ്മൾ വിവരദായക ട്രാഫിക് ചിഹ്നങ്ങൾ, മാൻഡേറ്ററി ട്രാഫിക് ചിഹ്നങ്ങൾ, ക്വഷണറി ട്രാഫിക് ചിഹ്നങ്ങളും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് മറ്റ് ചിഹ്നങ്ങളെന്നും പറഞ്ഞ് കുറച്ച് കൊടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. ട്രാഫിക് നിയന്ത്രണ സിഗ്നലുകൾ. മോട്ടോർ വാഹനങ്ങൾ, മോട്ടോർ സൈക്കിളുകൾ, കാൽനട യാത്രക്കാർ, മറ്റ് റോഡ് ഉപയോക്താക്കൾ എന്നിവ ഉൾപ്പെടുന്ന ട്രാഫിക്കിൻ്റെ മാർഗനിർദ്ദേശം, മുന്നറിയിപ്പ്, നിയന്ത്രണം എന്നിവയ്ക്കായി ഒരു റോഡിന് സമീപമോ മുകളിലോ സ്ഥാപിച്ചിരിക്കുന്ന ഉപകരണങ്ങളാണ് ട്രാഫിക് നിയന്ത്രണ സിഗ്നലുകൾ. ആ സിഗ്നലുകളെ കുറിച്ചാണ് ഇനി പറയുന്നത്. ചുവപ്പ് ലൈറ്റ്. ഒരു ചുവന്ന സിഗ്നൽ ലൈറ്റ് എന്നാൽ നിർത്തുക എന്നാണ് അർത്ഥമാക്കുന്നത്. ചുവന്ന ആരോ സിഗ്നൽ. ചുവന്ന ആരോ സിഗ്നൽ എന്നാൽ പച്ച സിഗ്നലോ അല്ലെങ്കിൽ പച്ച ആരോ സിഗ്നലോ ദൃശ്യമാകുന്നത് വരെ വാഹനം നിർത്തുക എന്നതാണ്. ചുവന്ന ആരോ സിഗ്നൽ കാണപ്പെടുന്നിടത്ത് ഒരു തിരിവ് ഉണ്ടാകണമെന്നില്ല. മിന്നുന്ന ചുവപ്പ് സിഗ്നൽ. മിന്നുന്ന ചുവപ്പ് സിഗ്നൽ ലൈറ്റ് അർത്ഥമാക്കുന്നത് ഒരു സ്റ്റോപ്പ് ചിഹ്നത്തിന് തുല്യമാണ്. നിർത്തുക, നിർത്തിയതിന് ശേഷം സുരക്ഷിതമാകുമ്പോൾ തുടരുക എന്നതാകുന്നു. ആംബർ മഞ്ഞ സിഗ്നൽ ലൈറ്റ്. ചുവന്ന സിഗ്നൽ ദൃശ്യമാകാൻ പോകുകയാണ് എന്ന് ഒരു മഞ്ഞ സിഗ്നൽ ലൈറ്റ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. മഞ്ഞ സിഗ്നൽ കാണുമ്പോൾ സുരക്ഷിതമായി നിർത്താൻ കഴിയുമെങ്കിൽ നിങ്ങൾ നിർത്തണം. നിങ്ങൾക്ക് നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ ജാഗ്രതയോടെ എത്രയും പെട്ടെന്ന് മുന്നോട്ട് പോകുക. ആംബർ മഞ്ഞ ആരോ സിഗ്നൽ. ഒരു ചുവന്ന ആരോ സിഗ്നൽ ലൈറ്റ് ദൃശ്യമാകും എന്ന് ഈ ചിഹ്നം മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങൾ ഇതിനകം സിഗ്നൽ ജംഗ്ഷനിൽ എത്തിയിട്ടില്ലെങ്കിൽ വാഹനം നിർത്തുക. മിന്നുന്ന ആംബർ മഞ്ഞ ലൈറ്റ്. മിന്നുന്ന മഞ്ഞ സിഗ്നൽ ലൈറ്റ് ജാഗ്രത പാലിക്കാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. വേഗത കുറയ്ക്കുക, പ്രത്യേകിച്ച് ജാഗ്രതയോടെ മുന്നോട്ട് പോകുക. പച്ച സിഗ്നൽ ലൈറ്റ്. പച്ച സിഗ്നൽ ലൈറ്റ് എന്നതിനർത്ഥം മുന്നോട്ട് പോകാം എന്നതാണ്. എന്നാൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പായി ഇൻ്റർസെക്ഷനിൽ അവശേഷിക്കുന്ന ഏതെങ്കിലും വാഹനങ്ങൾ, സൈക്കിളുകൾ അല്ലെങ്കിൽ കാൽനട യാത്രക്കാരോ പോകാൻ അനുവദിക്കണം. പച്ച സിഗ്നൽ ലൈറ്റ് ആയിരിക്കുമ്പോൾ പോലും ഒരു ജംഗ്ഷനിൽ പ്രവേശിക്കരുത്. വാഹനം പൂർണ്ണമായും ചുവന്ന സിഗ്നൽ പ്രകാശിക്കുന്നതിന് മുൻപ് കടക്കാൻ മതിയായ ഇടമില്ലെങ്കിൽ, കനത്ത ട്രാഫിക് നിങ്ങളുടെ യാത്ര തടയാൻ ഇടയാക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. പച്ച ആരോ സിഗ്നൽ. പച്ച ആരോ സിഗ്നൽ ലൈറ്റ് എന്നതിനർത്ഥം വാഹനം മുന്നോട്ട് പോകാം എന്നാണ്. എന്നാൽ ആദ്യം നിങ്ങൾ ജംഗ്ഷനിലുള്ള ഏതെങ്കിലും വാഹനം, സൈക്കിൾ അല്ലെങ്കിൽ കാൽനട യാത്രക്കാർ ഉണ്ടെങ്കിൽ അവർക്ക് പോകാൻ സമയം കൊടുക്കണം.
വലത്തോട്ടോ ഇടത്തോട്ടോ കാണിക്കുന്ന പച്ച ആരോ സിഗ്നൽ നിങ്ങൾക്ക് സുരക്ഷിതമായി തിരിയാൻ അവസരം നൽകുന്നു. കാരണം മറ്റു ദിശകളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ, സൈക്കിളുകൾ, കാൽനട യാത്രക്കാർ എന്നിവരെ ചുവന്ന ലൈറ്റ് ഉപയോഗിച്ച് നിർത്തിയിരിക്കുന്നു. ട്രാഫിക് സിഗ്നൽ പ്രവർത്തനക്ഷമമല്ലെങ്കിൽ, വൈദ്യുതി തകരാറ് മൂലമോ മറ്റു തകരാറ് മൂലമോ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ജംഗ്ഷനിൽ നിർത്തി മറ്റ് തിരിയുന്നതും സമീപിക്കുന്നതുമായ വാഹനങ്ങൾ, സൈക്കിളുകൾ അല്ലെങ്കിൽ കാൽനട യാത്രക്കാർ നിർത്തിയതായി അറിയുമ്പോൾ മുന്നോട്ട് പോകണം. സ്ഥിരമായ പച്ച ആരോ ലൈറ്റ്. ആരോ കാണിക്കുന്ന ദിശയിലേക്ക് വാഹനം പോകാം എന്നതാണ് ഈ ചിഹ്നം കൊണ്ട് അർത്ഥമാക്കുന്നത്. സ്ഥിരമായ ആംബർ എക്സ് മുന്നിലെ പാതയിൽ തടസ്സമുള്ളതായി സൂചിപ്പിക്കുന്നു. അതിനാൽ സുരക്ഷിതമായി ഈ പാത ഒഴിയാൻ തയ്യാറാകുക. സ്ഥിരമായ ചുവപ്പ് എക്സ് ഈ പാത അടച്ചിരിക്കുകയാണെന്നും ഈ പാത ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ലെന്നും ഇത് സൂചിപ്പിക്കുന്നു. മിന്നുന്ന ആംബർ എക്സ് ജാഗ്രതയോടെ ഇടത്തേക്ക് തിരിയാൻ നിങ്ങൾക്ക് ഈ പാത ഉപയോഗിക്കാമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. അടുത്ത കുറച്ച് ട്രാഫിക് സിഗ്നൽസ്. ഈ ട്രാഫിക് സിഗ്നൽസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി പറയാൻ പോകുന്നത്, മുന്നിലും പിന്നിലും വാഹനങ്ങൾ നിർത്തുക. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ നിർദ്ദേശിക്കുന്നു. അടുത്തത്, മുന്നിൽ നിന്നും വാഹനം നിർത്താൻ. മുന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു. പിന്നിൽ നിന്നും വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു. ഒരു വശത്തേക്ക് വാഹനം പോകാൻ നിർദ്ദേശിക്കുന്നു. വലത്തു നിന്നും ഇടത്തു നിന്നും വാഹനങ്ങൾ നിർത്താൻ നിർദ്ദേശിക്കുന്നു. ടി പോയിന്റിൽ വാഹനങ്ങൾ പോകാം. അടയാളം മാറ്റൽ, സൈൻ മാറ്റം. ടി പോയിന്റിൽ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ. ഇടതുവശത്തെ വാഹനങ്ങൾക്ക് പോകാം. അടുത്ത ഹാൻഡ് സിഗ്നൽസ്. ഇടത്തേക്ക് തിരിയാൻ നിർദ്ദേശിക്കുന്നു. വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാൻ നിർദ്ദേശിക്കുന്നു. വലത്തേക്ക് തിരിയാൻ നിർദ്ദേശിക്കുന്നു. വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു. ഹാൻഡ് ബ്രേക്ക് ഓൺ. വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്ക് ഓൺ ആണ് ഈ ചിഹ്നം അല്ലെങ്കിൽ ഈ അടയാളം സൂചിപ്പിക്കുന്നത്. വാഹനം ഓടിത്തുടങ്ങുന്നതിന് മുമ്പ് ഹാൻഡ് ബ്രേക്ക് മാറ്റണം എന്ന് ഈ അടയാളം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ടയർ പ്രഷർ. വാഹനത്തിൻ്റെ ടയർ പ്രഷർ കുറവാണെന്ന് ഈ അടയാളം സൂചിപ്പിക്കുന്നു. സുഗമമായ യാത്രയ്ക്കും ടയറുകളുടെ ആയുസ്സിനും കൃത്യമായ ടയർ പ്രഷർ നിർബന്ധമാണ്. ആയതിനാൽ ടയർ പ്രഷർ പരിശോധിച്ചു കൃത്യമാക്കിയതിന് ശേഷം മുന്നോട്ട് പോകാൻ ഈ അടയാളം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഡോർ തുറന്നിരിക്കുന്നു. വാഹനത്തിൻ്റെ ഡോർ തുറന്നിരിക്കുന്നു എന്ന് ഈ അടയാളം സൂചിപ്പിക്കുന്നു. വാഹനത്തിൻ്റെ ഡോറുകൾ ശരിയായ രീതിയിൽ അടഞ്ഞിട്ടില്ലെങ്കിൽ അപകടത്തിന് കാരണമാകും. ആയതിനാൽ ഡോറുകൾ അടച്ച് മുന്നോട്ട് പോകാൻ ഈ അടയാളം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ട്രാക്ഷൻ കൺട്രോൾ. വാഹനത്തിൻ്റെ ട്രാക്ഷൻ കൺട്രോൾ തകരാറാണ് എന്ന് ഈ അടയാളം സൂചിപ്പിക്കുന്നു. യാത്രയിൽ ആവശ്യത്തിനുള്ള മുൻകരുതലുകൾ എടുക്കുന്നതിനും വാഹനം എത്രയും പെട്ടെന്ന് സർവീസ് നടത്തുന്നതിനും ഈ അടയാളം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. പവർ സ്റ്റിയറിംഗ് പ്രവർത്തിക്കുന്നില്ല. വാഹനത്തിൻ്റെ പവർ സ്റ്റിയറിംഗ് പ്രവർത്തിക്കുന്നില്ല എന്ന് ഈ അടയാളം സൂചിപ്പിക്കുന്നു. യാത്രയിൽ ആവശ്യത്തിനുള്ള മുൻകരുതലുകൾ എടുക്കുന്നതിനും വാഹനം എത്രയും പെട്ടെന്ന് സർവീസ് നടത്തുന്നതിനും ഈ അടയാളം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ധനം കുറവാണ്. വാഹനത്തിൽ ഇന്ധനം കുറവാണ് എന്ന് ഈ അടയാളം സൂചിപ്പിക്കുന്നു. എത്രയും പെട്ടെന്ന് വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കാൻ ഈ അടയാളം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഡിക്കി തുറന്നിരിക്കുന്നു. വാഹനത്തിൻ്റെ ഡിക്കി തുറന്നിരിക്കുന്നു എന്ന് ഈ അടയാളം സൂചിപ്പിക്കുന്നു. വാഹനത്തിൻ്റെ ഡിക്കി അടച്ച് മുന്നോട്ട് പോകണമെന്ന് ഈ അടയാളം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഫോഗ് ലാമ്പ് ഓൺ ആണ്. വാഹനത്തിൻ്റെ ഫോഗ് ലാമ്പ് ഓൺ ആണ് എന്ന് ഈ അടയാളം സൂചിപ്പിക്കുന്നു. ബാറ്ററി ചാർജ് കുറവാണ്. വാഹനത്തിൻ്റെ ബാറ്ററി ചാർജ് കുറവാണ് എന്ന് ഈ അടയാളം സൂചിപ്പിക്കുന്നു. ബാറ്ററിയോ ചാർജിംഗ് സിസ്റ്റമോ തകരാറാണെന്നും ഈ അടയാളം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഹെഡ്ലൈറ്റ് ഹൈ ബീം ഓൺ ആണ്. വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ഹൈ ബീം ഓൺ ആണ് എന്ന് ഈ അടയാളം സൂചിപ്പിക്കുന്നു. മറ്റുള്ള റോഡ് ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഹെഡ്ലൈറ്റ് ലോ ബീമിലേക്ക് മാറ്റുവാൻ ഈ അടയാളം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. എഞ്ചിൻ ഓയിൽ പ്രഷർ കുറവാണ്. വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ പ്രഷർ കുറവാണ് എന്ന് ഈ അടയാളം സൂചിപ്പിക്കുന്നു. എഞ്ചിൻ ഓയിൽ കുറവായത് കൊണ്ടോ അല്ലെങ്കിൽ ഓയിൽ സിസ്റ്റം തകരാറാകാം. വാഹനം എത്രയും പെട്ടെന്ന് സൈഡിലേക്ക് ഒതുക്കുകയും ആവശ്യത്തിന് മുൻകരുതൽ എടുക്കണം എന്ന് ഈ അടയാളം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. വൈപ്പർ വാഷറിൽ വെള്ളമില്ല.
വാഹനത്തിന് വൈപ്പർ വാഷറിൽ വെള്ളമില്ല എന്ന് ഈ അടയാളം സൂചിപ്പിക്കുന്നു. യാത്രയിൽ ആവശ്യത്തിനുള്ള മുൻകരുതലുകൾ എടുക്കുന്നതിനും വാഷറിൽ വെള്ളം നിറയ്ക്കുന്നതിനും ഈ അടയാളം നിർദ്ദേശിക്കുന്നു. എൻജിൻ ടെമ്പറേച്ചർ കൂടുതലാണ്. വാഹനത്തിൻ്റെ എൻജിൻ ടെമ്പറേച്ചർ കൂടുതലാണ് എന്ന് ഈ അടയാളം സൂചിപ്പിക്കുന്നു. വാഹനം എത്രയും പെട്ടെന്ന് സൈഡിലേക്ക് ഒതുക്കുകയും ആവശ്യത്തിന് മുൻകരുതലുകൾ എടുക്കണമെന്ന് ഈ അടയാളം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല. വാഹനത്തിൻ്റെ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല എന്ന് ഈ അടയാളം സൂചിപ്പിക്കുന്നു. സുരക്ഷിതമായ യാത്രയ്ക്ക് സീറ്റ് ബെൽറ്റ് നിർബന്ധമായും ധരിക്കണം എന്ന് ഈ അടയാളം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. എൻജിൻ സ്റ്റാർട്ടിംഗ് തകരാറാണ്. വാഹനത്തിൻ്റെ എൻജിൻ സ്റ്റാർട്ടിംഗ് തകരാറാണ് എന്ന് ഈ അടയാളം സൂചിപ്പിക്കുന്നു. യാത്രയിൽ ആവശ്യത്തിനുള്ള മുൻകരുതലുകൾ എടുക്കുന്നതിനും വാഹനം എത്രയും പെട്ടെന്ന് സർവീസ് നടത്തുന്നതിനും നിർദ്ദേശിക്കുന്നു. ABS പ്രവർത്തിക്കുന്നില്ല. വാഹനത്തിൻ്റെ ABS പ്രവർത്തിക്കുന്നില്ല എന്ന് ഈ അടയാളം സൂചിപ്പിക്കുന്നു. യാത്രയിൽ ആവശ്യത്തിനുള്ള മുൻകരുതലുകൾ എടുക്കുന്നതിനും വാഹനം എത്രയും പെട്ടെന്ന് സർവീസ് നടത്തുന്നതിനും നിർദ്ദേശിക്കുന്നു. എയർ ബാഗ് പ്രവർത്തിക്കുന്നില്ല. വാഹനത്തിൻ്റെ ഡ്രൈവർ സൈഡ് അല്ലെങ്കിൽ യാത്രക്കാരുടെ സൈഡ് എയർ ബാർ പ്രവർത്തിക്കുന്നില്ല എന്ന് ഈ അടയാളം സൂചിപ്പിക്കുന്നു. യാത്രയിൽ ആവശ്യത്തിനുള്ള മുൻകരുതൽ എടുക്കുന്നതിനും വാഹനം എത്രയും പെട്ടെന്ന് സർവീസ് നടത്തുന്നതിനും നിർദ്ദേശിക്കുന്നു. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള ട്രാഫിക് ചിഹ്നങ്ങൾ. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.